കൊച്ചുകുട്ടികൾ മുതൽ വാന നിരീക്ഷകരെ വരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ശനി എന്ന ഗ്രഹത്തിന് ചുറ്റുമുള്ള ആ വളയങ്ങൾ. ആ വളയങ്ങളെ പെട്ടെന്നൊരു ദിവസം കാണാതായി എന്നത് വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു. മണൽത്തരിയേക്കാൾ ചെറിയ കണികകൾ മുതൽ പർവ്വതങ്ങളുടെ അത്ര വലിപ്പമുള്ള കണികകൾ കൊണ്ട് നിർമ്മിതമായ ആ അത്ഭുത വളയങ്ങൾ ഇനി ഒരിക്കലും കാണാനാകില്ല എന്നൊക്കെയുള്ള ആശങ്കകളും ഉടനെ ഉയർന്നു. പക്ഷേ അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ് അതെന്നാണ് അവരുടെ അഭിപ്രായം. റിംഗ് പ്ലെയിൻ ക്രോസിംഗ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം കാരണമാണ് അന്ന് ഭൂമിയിൽ നിന്ന് നോക്കിയവർക്ക് ശനിയുടെ വളയങ്ങൾ കാണാൻ കഴിയാതിരുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. ശനിയുടെ ചിത്രങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ എപ്പോഴും ഒരു ചരിവുള്ളതായി കാണാം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ വളയത്തിന് ശരിക്കും ഒരു ചരിവുണ്ട് താനും. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ തന്നെ കാണുന്നതും. പക്ഷേ റിംഗ് പ്ലെയിൻ ക്രോസിംഗ് പ്രതിഭാസം ഉണ്ടാകുമ്പോൾ വളയത്തിന് ആ ചരിവ് നഷ്ടപ്പെടും. അങ്ങനെ ഉണ്ടായാൽ പിന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് വളയങ്ങൾ കാണാൻ സാധിക്കില്ല. വളയങ്ങളുടെ കനമൊക്കെ അതിനൊരു കാരണവുമാണ്. പല സംശയങ്ങളും ഉണ്ടാകുമെന്നറിയാം. കുറച്ചൊന്ന് വിശദമാക്കാം. കോടിക്കണക്കായ പാറക്കഷ്ണങ്ങളും പൊടിപടലങ്ങളും ചേർന്നതാണ് ശനിക്ക് ചുറ്റും നമ്മൾ കാണുന്ന ആ വളയങ്ങൾ. ഗ്രഹത്തിൽ നിന്ന് ഏകദേശം 2,80,000 കിലോമീറ്റർ വരെ ദൂരത്തിലാണ് ഇവ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയേക്കാൾ 9 മടങ്ങ് വലിപ്പമുള്ള ഗ്രഹമാണ് ശനിയെങ്കിലും ഭൂമിയിൽ നിന്ന് ഏകദേശം 140 കോടി കിലോമീറ്റർ ദൂരെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വളയത്തിലെ പാറക്കഷ്ണങ്ങൾക്കിടയിലുള്ള വിടവ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. ശനിക്ക് ചുറ്റും ഒരു വളയമുള്ളതായി തോന്നുന്നതും അതുകൊണ്ടാണ്. രസകരമായ കാര്യം, ഈ വളയത്തിലെ ഓരോ പാറക്കഷ്ണങ്ങളും ഗ്രഹത്തിന് ചുറ്റും വ്യത്യസ്ത വേഗതയിലാണ് പരിക്രമണം ചെയ്യുന്നത് എന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ ത്രിമാന കാഴ്ചയുടെ പരിമിതി കാരണമാണ് നമുക്കതിനെ ഒരു സിംഗിൾ യൂണിറ്റായി മാത്രം തോന്നുന്നത്.